പക്ഷേ ഇപ്പം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം വള്ളത്തിൻ്റെ തടിയെടുക്കുന്ന സമയം മുതൽ അത് പൂജ ചെയ്ത് വെള്ളത്തിൽ നീരണിയിക്കുന്ന ചടങ്ങ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ശില്പിക്കാം. മറ്റേത് സംഘാടകർ ചെയ്യും അല്ലേ? സംഘാടകർ ചെയ്യും. എനിക്ക് തോന്നുന്നു വളരെ 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 ഉത്തരവാദിത്തമുള്ള പോലും നമ്മുടെ മക്കളെ കൊണ്ടാണ് നമുക്ക്. അത് ശരി, തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വത്തോടു കൂടി ആ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഹരിപ്പാടിനടുത്ത് തൃപ്പക്കുടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് വന്ന് രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനിവിടേക്ക് എത്തി ഇവിടെ ഒരു ഓടിവള്ളം നിർമ്മിക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് അതിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നാളെ ഈ വള്ളം ഇവിടെ നിന്ന് പൊന്നാനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീട്ടിലേക്ക് വരുമ്പം തന്നെ ഇവിടെ കുറച്ച് മിടുക്കന്മാർ കുറച്ച് പൂക്കളൊക്കെ. മക്കളെ എങ്ങനെ വന്നടാ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് വന്ന് ഇതെന്താ പരിപാടി? എന്താ ഈ പൂക്കളൊക്കെ? എന്താ വള്ളത്തെ വള്ളം അലങ്കരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനാണ് ഈ നൂലൊക്കെ വലിച്ചു കെട്ടിയിരിക്കുന്നത്. അത് ശരി. അപ്പോൾ നാളെ ഒരു ആഘോഷത്തിൻ്റെ ദിവസം അല്ലേ? മോൻ്റെ പേരെന്നാ? അമൃത. ആ നിൽക്കുന്ന രണ്ട് കക്ഷികളാരാ? നമ്മുടെ കൈകളാണോ? അടുത്തുള്ള അമ്മയുടെ പേരൊക്കെ എന്നാ? ശ്രീരാജ്. അത് ശരി. അവർക്കൊരു നാണം പോലെ അങ്ങനെ ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. മിടുക്കന്മാരാണ്. അവരെ മാലയൊക്കെ കെട്ടുകയാണ് വള്ളം അലങ്കരിക്കാൻ വേണ്ടിയുള്ള. നമസ്കാരം. ഇദ്ദേഹത്തെ നേരത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. അദ്ദേഹമാണ് ഈ വള്ളം പണിതിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് മഹേശ്വരൻ ആചാരി. പ്രഗത്ഭനായ, നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ പ്രഗത്ഭനായ വള്ളം നിർമ്മാതാവ്, വള്ളത്തിൻ്റെ രാജശില്പിയായിരുന്ന കോയിൽമുക്ക് നാരായണൻ ആചാര്യയുടെ കൊച്ചു മകനാണ്. അവർ കുടുംബം മുഴുവൻ ഈ മേഖലയിൽ വളരെ സജീവമാണ്. നമ്മളെ ഈ വള്ളത്തിൻ്റെ പേര് നമ്മൾ മറന്നുപോയിരുന്നു. പേര് കല്ലിക്കാട്. ഇത് കൃത്യമായി പൊന്നാനിയിലേക്ക് അല്ലേ? പൊന്നാനിയിലേക്ക്. അപ്പോൾ ഈ വള്ളം പണികളെല്ലാം ഏകദേശം പൂർത്തിയായി. നമ്മൾ അപ്പോൾ ഇനിയിപ്പോൾ നാളെയാണ് ഇത് വള്ളത്തിൽ നീരണിയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് തിരിച്ച്? ഇത് നമ്മുടെ അർബാനിൽ കുന്തുണ്ടി വെച്ച് വള്ളം ആറ്റിൽ, നമ്മുടെ അച്ചൻകോലിൻ്റെ ആറ്റിലോട്ട് ഇറക്കുക. നമ്മളെ ഇപ്പോൾ ഈ വള്ളം പണി നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് റോഡിൻ്റെ അരികിലാണ്. നമ്മൾ ഹരിപ്പാട് നിന്ന് എടത്തുവായിലേക്ക് പോകുന്ന റോഡിൻ്റെ അരികിലാണ്. ഇവിടെ നിന്ന് ഈ വള്ളം എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുമെന്നുള്ളതിൻ്റെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു, ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ ഇപ്പോഴേ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് ഉന്തുവണ്ടിയിൽ ഇത് റോഡിലൂടെ വലിച്ചിട്ട് നമ്മൾ അവിടെ നമ്മുടെ ആറ്റിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നമുക്ക് പ്രദർശന തൊഴിച്ചിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? തൊഴിച്ചിലുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഈ സാധനം ഇത് കൊണ്ടുപോകുന്ന വള്ളം മോട്ടോർ വെച്ച് യമഹ വെച്ച് വള്ളം കായൽമാർഗം പൊന്നാനിലേക്ക് കായൽമാർഗം പോകും. അപ്പോൾ എപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എപ്പം ചെല്ലും? അവിടെ എത്ര മണിക്കൂർ? 3 ദിവസത്തെ യാത്രയാണ്. ഒരു തീർത്ഥാടനം പോലെയാണ്. ഇവിടെ കാരിച്ചാലിൽ വള്ളം ഇറക്കിയാൽ ഇവിടെ നിന്ന് 3 ദിവസം ജലമാർഗം യാത്ര ചെയ്താണ് യഥാർത്ഥത്തിൽ ഈ ചെല്ലിക്കാടൻ അല്ലേ? കല്ലിക്കാടൻ എന്ന് പറയുന്ന വളരെ സുന്ദരനായിട്ടുള്ള ഒരു ഓടിവള്ളം അവിടെ എത്തിച്ചേരുക. നമ്മൾ അന്ന് വന്നപ്പോൾ ഈ വള്ളത്തിൻ്റെ പല ഘട്ടങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. നമ്മളിതിൻ്റെ അമരവും തലയും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അന്ന് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഈ സൗന്ദര്യമൊന്നും ഇതിനില്ലായിരുന്നു. ഇതിൻ്റെ പ്രാഥമിക ഘട്ടം ഇത് ചെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ആഭരണങ്ങളൊക്കെ അണിയിച്ച് നല്ല സെറ്റാക്കിയിരിക്കുക. ഈ പിച്ചളപ്പണിയൊക്കെ ചെയ്യുന്ന ആരാ? അത് ചെമ്പകശ്ശേരി രവീന്ദ്രൻ. അദ്ദേഹം ഈ മേഖലയിലെ പ്രധാനപ്പെട്ട എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണ്. അത് ശരി. ഓക്കെ. ഇതിപ്പോൾ നല്ല മനോഹരമായിട്ടാണല്ലോ പണിയൊക്കെ ചെയ്തിരിക്കുന്നത്. ശരി. അപ്പോൾ ഇപ്പം നമ്മൾ പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അല്ലേ? ഇപ്പോൾ ഈ തിളക്കമൊക്കെ കാണുന്നത് ഞങ്ങളിപ്പം വരുമ്പോഴത്തേക്ക് ഇവിടെ 2-3 സുഹൃത്തുക്കൾ പോളിഷിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വള്ളത്തിൻ്റെ ഏതാണ്? അമരമാണോ? ഇത് അമരമാണ്. ഇത് വള്ളത്തിൻ്റെ അമരമാണ് ഈ കാണുന്നത്. ഈ ഓടി വള്ളത്തിൻ്റെ അമരമാണിത്. ഇത് നമ്മൾ അണിയമാണ്. ഇതിനകത്ത് നമുക്ക് കുറേയധികം കൊത്തുപണികളുണ്ട്. ഇതെല്ലാം പിച്ചളയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വളരെ മനോഹരമായ രീതിയിൽ അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ട് അതവത്തിൽ പതിപ്പിച്ചിരിക്കുകയാണ്. മണിയൊക്കെ കെട്ടി സെറ്റാക്കി. നമ്മുടെ വള്ളം ഇതാണ് വള്ളം. നമ്മൾ അന്ന് കണ്ട ആ വള്ളം അവൻ്റെ ആ ലൈനെ മാറി. നമ്മൾ ഈ വള്ളത്തിനകത്തേക്കൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം സാധാരണ നമ്മുടെ നാട്ടിലെ വള്ളങ്ങളെല്ലാം തറ ഉപയോഗിച്ചാണ് പലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇത് പക്ഷേ അങ്ങനല്ല. ഈ പണികളൊക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? അല്ല, ഇത് വേറെ അടുത്ത് വന്ന ആൾക്കാർ വന്ന് ഇതിനു വേണ്ടി സ്പെഷ്യൽ ആളുകളുണ്ട്. കെട്ടുക എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഇതിനെ യോജിപ്പിക്കുന്ന പ്രവൃത്തി വേറെ ചില ഈ മേഖലയിലെ എക്സ്പേർട്ടുകളായിട്ടുള്ള ചില ആളുകളാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ തച്ചനാണ് ഈ നിൽക്കുന്നത്. നമ്മൾ ഇവരെ പോലെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുന്നതിൻ്റെ പിന്നെ ഒരു കാരണമുണ്ട്. കാരണം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു
ശില്പനിർമ്മാണ മേഖലയാണ്. ഈ മേഖലയിലെ നിലവിലെ ഉള്ളതിലെ ഏറ്റവും പ്രധാനികളായിട്ടുള്ള ആളുകളെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കോയിൽമുക്ക് നാരായണാചാര്യയുടെ മകൻ, മൂത്ത മകനായിട്ടുള്ള ഉമാമഹേശ്വരൻ ആചാര്യയുടെ മകനാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശില്പി. ആ കുടുംബത്തിൽ മുഴുവൻ ആളുകളും ഈ മേഖലയുമായി വളരെ സജീവമായിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ഈ വള്ളം എത്ര ദിവസം എടുത്തു ഇപ്പോൾ ഈ പണി തീരാൻ? ഇത് 4 മാസം 5 മാസത്തോളം എടുത്തു. 5 മാസം കൊണ്ട് ഈ പണി തീർന്നു. ഇന്ന് പോളിഷിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീർക്കുന്നതാണോ? അല്ലല്ല, ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ ഈ വള്ളത്തിന്റെ നീളം നമ്മൾ കൃത്യമായിട്ട് നമ്മളന്ന് എന്തോ സംസാരിച്ചു, നമ്മൾ എത്ര 60 അടി നീളമാണ്. 60 അടി നീളം. വീതി എന്തും വേണ്ടിയുണ്ട്? 3 അടി. നമ്മുടെ നാട്ടിലെ വള്ളത്തെക്കായാലും വീതി കുറവാണോ ഇത്? അതെ. അത് ശരി. ഓക്കെ. ഇതിന് എത്ര രൂപ ചിലവ് വന്നു? ഇതിപ്പോൾ 13 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവാകും ഒരു പുതിയ വള്ളം പണിയുമ്പോൾ. അത്രയും രൂപ ചിലവ്. ഇത് നമ്മൾ ആഞ്ഞിലിത്തടി മാത്രം. ഈ തടി നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്ന? ഇത് പാല. ശരി. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരാണോ നമ്മളാണോ? എങ്ങനെ ഇതിന്റെ തടി മറ്റും അതെല്ലാം നമ്മൾ തന്നെ എടുത്ത് ചെയ്തു, നമ്മൾ തന്നെ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ഒരു വസ്തു ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മളിൽ നിന്ന് അവർ ഈ സാധനം കൈപ്പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് കൂടുതലാണ്. അത് ഒത്തിരി കൂടുതലാണ്. ഈ വള്ളം ഇറക്കേണ്ട പൂജ വരെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക, എല്ലാം ചെയ്യിച്ചോളാൻ. അവർ വന്ന് വള്ളം കൊണ്ടുപോകാന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ അവർക്കുള്ളൂ. അത് ശരി. നമ്മള് പ്രധാനമായിട്ട് വള്ളംകളിയുടെ സമയത്ത് നമ്മൾ നിരവധി വള്ളങ്ങൾ നിർമ്മിക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോകളായി കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം വള്ളത്തിൻ്റെ തടിയെടുക്കുന്ന സമയം മുതൽ അത് പൂജ ചെയ്ത് വെള്ളത്തിൽ നീരണിയിക്കുന്ന ചടങ്ങ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ശില്പിക്കാം. മറ്റേത് സംഘാടകർ ചെയ്യും അല്ലേ? സംഘാടകർ ചെയ്യും. എനിക്ക് തോന്നുന്നു വളരെ 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 ഉത്തരവാദിത്തമുള്ള അതിന് പോലും നമ്മുടെ മക്കളെ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത് നമുക്ക്. അത് ശരി. തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വത്തോടു കൂടി ആ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. നമ്മളൊരു ക്ലബ്ബൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പണമൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതൊന്നും പറ്റത്തില്ല. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം. വളരെ മനോഹരമായ രീതിയിൽ കല്ലിക്കാടൻ എന്ന് പറയുന്ന പൊന്നാനിക്കാരുടെ ഓമനയാകാൻ പോകുന്ന ഈ ഓടിവള്ളം നാളെ നീരണിയുകയാണ്. അടുത്ത സീസൺ എന്ന് വെച്ചാൽ ഈ സീസണിൽ ഇവൻ വിജയക്കൊടി പാറിക്കും. തീർച്ചയായിട്ടും പാറിക്കും. അത് ശരി. എത്ര പേരാണ് നമ്മൾ തുഴച്ചിക്കാരെ? അവിടെ 21 പേരാണ് കളിക്കുന്നത്. അത് ശരി. ഓക്കെ. നമ്മുടെ കുടുംബം എല്ലാം ഇക്കാര്യത്തിൽ എല്ലാം സപ്പോർട്ടുണ്ട്. നല്ല സപ്പോർട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഒത്തിരി മനുഷ്യരിലേക്ക് അത് എത്തി. പ്രത്യേകിച്ച് പൊന്നാനിക്കാർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഈ അവതാരം. ശരി. ഓക്കെ. ഏതാണെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെയൊക്കെ കൂടുതലായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നത് വലിയ സന്തോഷമുണ്ട്. ഇത് പങ്കായമാണ്. ഇവത്തിൽ എത്ര പങ്കായമാണുള്ളത്? 3 പേര്. ഈ പങ്കായമൊക്കെ ചെത്തുന്നത് നമ്മൾ തന്നെ. ഇതിന്റെ A to Z കാര്യങ്ങൾ നമ്മളാണ്. പങ്കായം ചെത്താൻ വേറെ ആൾ അങ്ങനൊന്നുമില്ല. വളരെ മനോഹരമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശില്പി, വളരെ സന്തോഷം. നിങ്ങളെ ഒരിക്കൽ കൂടി കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ ഇതിൻ്റെ കെട്ടിൻ്റെ പുറത്തുവശം നമ്മൾ കാണുന്നത്. കെട്ടിൻ്റെ ഇത് പാടാണല്ലേ? പാടെല്ലാം കൃത്യമായി അടച്ച് ഭംഗിയാക്കിയിരിക്കുകയാണ്. നമ്മൾ എവിടെ നിന്ന് നോക്കുമ്പോഴും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു നിർമ്മിതിയായിട്ട്, ഒരു സുന്ദരമായ ഒരു ശില്പമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴിത് കിടക്കുന്നത്. നാളെ ഇത് റോഡിലൂടെ ആദ്യം സഞ്ചരിച്ച് കടവിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.